ഈ ഫാൻ ഇട്ടത്. അത് സാർ ഉറങ്ങുന്നുണ്ട്, ഞാൻ ഇട്ടതല്ലേ. ഓഫ് ആക്കടോ. പെഡൽ ഫാനില്ലേ, അത് മതി. ആടാ സാറിന് ഇതിന്റെ പേടി മാറിയില്ലേ? പേടിയല്ലടോ, ചെറിയൊരു ധൈര്യക്കുറവാ. അതിനെന്നാ സാറേ പേടിയെന്ന് പറയുന്നത്? താനേ ഇത് പുറത്താരോടും പറയാൻ നിൽക്കണ്ട. ഞാനിപ്പോൾ ആരോട് പറയാനാ? ആ സാറേ, സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ടോ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, ഞാൻ പോയിക്കോട്ടെ. താൻ പോയാലെങ്ങനെ? ഈ ഓഫീസ് പൂട്ടണ്ടേ? അത് സാറിനങ്ങ് പൂട്ടിയാ പോരെ? താൻ പൂട്ടിയിട്ട് പോയാൽ മതി. ഇതാണ് പാലം കിടക്കണ നാരായണ, പാലം കിടന്ന കൂരായണെന്നാ. താൻ എന്തേലും പറഞ്ഞാ? ഞാൻ പൂട്ടിയിട്ട് പോയിക്കോളാന്ന് പറഞ്ഞതാ. സാർ എപ്പോൾ വരെ? സാറേ, ആ ടീച്ചർ, എന്റെ ക്ലാസ് കഴിഞ്ഞു. ആ ശരി. വേറൊന്നുമില്ലല്ലോ? വേറെ ഒന്നുമില്ല സാർ. എന്നാ ടീച്ചർ വെക്കും. സാറേ, ഈ ഡ്രാഫ്റ്റ് ഇങ്ങനെ മതിയോ? ഇത് ഇന്നലെ ഞാൻ വായിച്ചിട്ട് ഓക്കെ പറഞ്ഞാണല്ലോ. അയ്യോ, ഞാൻ മറന്നുപോയി സാർ. സാറിനെ കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നുപോയി. എന്താണെന്നറിയില്ല. ഗ്ലാസുണ്ട്, ലേശം വെള്ളം വെച്ച്. The MTN number you are trying to call is currently switched off. എന്നാ ശരി, ടീച്ചർ പൊക്കോളൂ. സർ, ആ എന്താ ടീച്ചറെ? ഈവനിങ് ക്ലാസ്സിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അയ്യോ അത് പറ്റില്ല, ഇപ്പൊ തന്നെ 2 ടീച്ചർമാർ ലീവാ. വേറൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ ടീച്ചറെ? സാറ് സമ്മതിച്ചില്ല അല്ലേ? ഇല്ല. അയ്യോ, ലേറ്റായി. നമുക്കെന്നാ പോയാലോ? ടീച്ചറെ, ഈവനിങ് ക്ലാസ്സില്ല, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ലിജേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എനിക്കിത്തിരി സാധനം വാങ്ങാനുണ്ടായിരുന്നു. ടീച്ചർ നടന്നോ? ഒരു കിലോ മാങ്ങ വേണേ. ചേട്ടാ ഒന്നുകൂടെ കഴിക്കും. ടീച്ചർ വരുന്നു, മാറ്റ്. ടീച്ചറെ, എന്തേ? ലക്ഷ്മി എവിടെ? ലക്ഷ്മി നേരത്തെ പോയല്ലോ, ഇതുവരെ എത്തിയില്ലേ? നല്ല എങ്ങായിയാ, ഭാര്യയുടെ ഫുള്ള് സംശയ. പറച്ചില്ലാട്ടാ വിചാരിക്കും ഇത്ര സത്യത ഒന്നും വേറില്ലാന്ന്. വീട്ടിലെത്തിയിട്ടില്ലല്ലോ. ചേട്ടാ 2 ഒഴിക്ക്. ഒഴിച്ചെന്നെ ഇവിടെ ഉണ്ട്. അടക്ക് കുടിക്കട്ടെ. ഒന്നുകൂടെ ഒഴിക്കോ ദിനേശ് ചേട്ടാ. ശരിയല്ലേ?
എന്താ പറ്റിയ ഡോക്ടറെ? എന്താണെന്നറിയില്ല, രാവിലെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് കൂടെ ഉണ്ടായിരുന്നു. ബാറ്ററി ലീക്ക് ആയതായിരിക്കും. മുകുന്ദൻ്റെ വർഷമൊക്കെ ഇവിടെ അടുത്താ. 3-2 വർഷം ഇവിടെ അടുത്താണല്ലേ? ഒന്നും തള്ളിയാൽ നമുക്കൊന്ന്. വരൂ തള്ളി വെക്കാം. ആണല്ലോ മാഡം, ഇന്നത്തെ സൊല്ലലും സഖിയിലൊക്കെ കഴിഞ്ഞ. ആ എന്നോടാടി ചോദിച്ചേ, നീ എവിടെയായിരുന്നടി? അഹങ്കാരാണ് അഹങ്കാരം. ഒക്കെ ജോലി ഉണ്ടെന്നുള്ളൊരു അഹങ്കാര. പൈസ ഒരുപാട് കണ്ടോന്നറിയിച്ചു. പൈസ വരും പോവും. പൈസ ഒരുപാട് കണ്ടോനാ. നിന്നെ വിളിച്ചേ ജോലി ഉണ്ടെന്ന് വെച്ച് ഭർത്താക്കന്മാരെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? നിന്നോട് ആരെയും വിളിച്ചേ? മൂന്നേട്ടാ, രാവിലെ വരുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. ഒന്ന് നോക്കിയേ. അത് ചിലപ്പോ ബാറ്ററി വീക്ക് ആയിരിക്കും. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതൊന്ന് തുറക്കിങ്ങള് ഡോക്ടറെ, ഒന്ന് ബോണറ്റ് തുറക്കേ. തുറന്നിട്ടുണ്ട്. എടാ, ആ 10-12 സ്പാനർ എടുക്ക്. കാർത്തികേ, എവിടെ ഈ 12 സ്പാനർ? 12 എണ്ണം ഉണ്ട്. 12 എണ്ണം അല്ലടാ കുരിപ്പേ. കൊണ്ട് ഇതവിടെ കൊണ്ടൊക്കെ. ആ ബാറ്ററി ടെസ്റ്റിന് എടുത്തോ, ആ ചോന്ന പെട്ടി. സംഭവം ലൂസ് കോണ്ടാക്റ്റാ. ബാറ്ററിക്ക് പ്രശ്നമൊന്നുമില്ല. ബാറ്ററി മാറ്റേണ്ടി വരുമോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിന്റെ വോൾട്ടേജൊക്കെ നല്ലോണുണ്ട്. ഇതവിടെ കൊണ്ടാക്കടാ. ഇതാ ഇത് കൊണ്ടെടുത്തോ. അതേതാ പയ്യൻ? ഡ്രൈവർ രാജീവന്റെ മോനാ. അത് ശരി. മോന്റെ പേരെന്താ? കാർത്തിക്. കുറെ കാലമായി അവിടെ? 5 മാസമായി. മൂന്നേട്ടാ, കഴിഞ്ഞോ? കഴിഞ്ഞു. എത്രയായി? ഒന്നും വേണ്ടേ, ആ ചെറിയ പണിയിലാണ്, ചെറിയ ലൂസ് കോണ്ടാക്ട്. പിന്നെ മൂന്നേട്ടാ, ബാലവിലയും തെറ്റായ കാര്യമാണെന്നറിയില്ലേ? ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താ പണി കിട്ടേ. ഓന്റെ അച്ഛൻ രാജീവൻ ആക്സിഡന്റ് ആയിട്ട് കിടപ്പില്ല. കുടുംബത്തിന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. ഇവിടെ ആളാവശ്യം ഉണ്ടായിട്ടൊന്നല്ല. ചെക്കന് പണി പഠിക്കുകയും ചെയ്യാം, കുടുംബത്തിനൊരു സഹായം ആവുകയും ചെയ്യുമെന്ന് കരുതിയിട്ടാണ് അവരെ കൂടെ കൂട്ടിയത്. ഞാനൊരു 100-200 ആയിട്ട് ചെക്കൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കും. ഇന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ സാറേ കഴിയൂ. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ. മോനെ ഞാനും കൂട്ടുന്നുണ്ട്. ആയിക്കോട്ടെ, ഒന്ന് അവന്റെ വീട് വരെ ഒന്ന് പോകണം. കാർത്തിക്, പോവാം. ഈ ചെല്ലടാ. വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലേ?
ഇന്നത്തെ ക്ലാസ് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല അമ്മേ. ഉണ്ടല്ലോ. ഇതായിരുന്നോ വാങ്ങിയേ അമ്മേ? സ്കൂളിന്റെ അടുത്തുള്ള ബേക്കറിന്ന് വാങ്ങിയതാ മോനെ. നാശം, വായിൽ വെക്കാൻ കൊള്ളാത്തൊരു സാധനങ്ങൾ വാങ്ങി വരും. സാരല്ല. വിജയേ, വിശപ്പില്ലടി, കഞ്ഞി വേണ്ട. അതൊന്നും പറഞ്ഞാ പറ്റില്ല, കഞ്ഞി കുടിക്കണം. മരുന്ന് കഴിക്കാനുള്ളതല്ലേ. ഡോക്ടർ പറഞ്ഞോക്കെ ഓർമ്മല്ലേ? കുടിക്ക്. മോ ഇതുവരെ വന്നില്ലല്ലോ. ഓനൊരു ആൺകുട്ടിയല്ലേ, ഓൻ വന്നോളൂ. ഓനെന്നോട് ദേഷ്യം ഉണ്ടാവടി. കളിച്ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ എൻ്റെ മോയെ. നിങ്ങൾ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട, ഓനൊക്കെ അറിയണ്ടല്ലേ. ഈ കഴിച്ചോ? ഞാൻ മോൻ വന്നിട്ട് കഴിക്കാം. അമ്മേ. ആ മോൻ വന്നുട്ടോ. അമ്മ, എന്റെ കൂടെ ഒരു മാമനും ഉണ്ട്. ആ വരൂ സാറേ. ഇരിക്കൂ സാറേ. രാജീവേട്ടാ, മുകുന്ദേട്ടൻ പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല. എഴുന്നേൽക്കാനൊന്നും വയ്യ സാറേ. എപ്പോഴും ഒരാൾ കൂടെ വേണം. എല്ലാം കിടന്നടുത്ത് തന്നെയാ. മരുന്നെല്ലാം കറക്റ്റായി കൊടുക്കുന്നില്ലേ? ആ റിപ്പോർട്ടൊന്നും എടുത്തേ. വിജയ, ഈശോ ഡോക്ടറെയാണ് കാണിക്കുന്നല്ലേ? എനിക്ക് പരിചയമുണ്ട്. ഞാൻ വൈകുന്നേരം ഒന്ന് സംസാരിക്കാം. മരുന്നെല്ലാം ഇത്ര കോസ്റ്റ്ലി ആണ്. സാറല്ല, ഞാൻ എൻ്റെ ക്ലബ്ബ് പറഞ്ഞു വേണ്ട കാര്യം ചെയ്യാം. ആയിക്കോട്ടെ സാറേ. മോൻ ഇനി വർഷം കൂടണ്ട, അവൻ പഠിക്കട്ടെ. 5-6 മാസമായി സാറേ സ്കൂളിലൊന്നും പോവാതെ. പേര് വെട്ടിയിട്ടുണ്ടാവും. അതൊന്നും സാരമില്ല, ഞാൻ നാളെ രാവിലെ വരുന്നുണ്ട്. സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂലേ? രാജീവേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ നാളെ രാവിലെ വരും. മോൻ റെഡിയായി നിന്നോ, നമുക്ക് രാവിലെ സ്കൂളിൽ പോവാം. മോൻ ആ ബാഗും ബുക്കൊക്കെ എടുത്തു വെച്ചോ? മോനിനി മുതൽ സ്കൂളിൽ പോവാ. വിജയെ, ഞാൻ കരുതിയത് ദൈവമില്ലാന്നാ. എന്നാ ഇപ്പം എനിക്ക് മനസ്സിലായി ദൈവമുണ്ട് എന്ന്. ഞാനൊന്ന് പോയിക്കോട്ടെ, രാവിലെ കാണാം.
ലിജേട്ടാ ഏ? ലിജേട്ടാ എന്താ ലിജേട്ടൻ എന്താ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതെ? ശവം ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. നശിക്കാനായിട്ട്. ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അതാ ടീച്ചർ വരുന്ന. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ലച്ചുന്റെ ബർത്ത്ഡേയാ. അതെയോ? ഹാപ്പി ബർത്ത്ഡേ ലച്ചു. താങ്ക് യു മിസ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മിസ്. നിങ്ങൾ എല്ലാവരും ലച്ചുവിനെ വിഷ് ഓ ചെയ്തോ? വിഷ് ചെയ്തു ടീച്ചറെ. താങ്ക് യു. എല്ലാവർക്കും മിഠായി ആദ്യം ടീച്ചർക്ക് തരാൻ വേണ്ടി നിന്നതാ. ആണോ? ബെല്ലടിച്ച് വാ, ക്ലാസ് പോവാ. ഇങ്ങോട്ടും ആകെ ഒരു മുട്ടായൊക്കെ. എനിക്കേ ഷുഗറൊന്നുമില്ല. നിങ്ങക്ക് ഷുഗർ ഇല്ലാലോ, ഇനി മുട്ടായി നിന്ന് ഷുഗർ വരുത്തണ്ട. ആ വലിയ മുട്ടായിക്കാരി. ടീച്ചറെ, ടീച്ചർക്ക് എന്താ ക്ഷീണം പോലെ? എനിക്ക് ക്ഷീണമൊന്നുമില്ല, സുന്ദരനെ വെറുതെ തോന്നുന്നതാ. തോന്നിയതാവും. ടീച്ചറിന്റെ ക്ഷീണാർത്ഥം നീ അധികം വിഷമിക്കണ്ട. ടീച്ചർക്ക് നല്ല ക്ഷീണമുണ്ട്. മാഷേ, ഇത്തവണ കായികമേളയ്ക്ക് കുട്ടികളൊക്കെ റെഡിയാണല്ലോ അല്ലേ? കഴിഞ്ഞ തവണ ഒരു പോയിന്റാണ് നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടത്. ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള കുട്ടികളുണ്ട്. അതിൽ അശ്വിൻ കെ റെക്കോർഡിന് ചാൻസ് ഉണ്ട്. പിന്നെ ഗേൾസിൽ അജിന സജന. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും പിടിക്കും മാഷേ. ഫണ്ടിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിലേ നമുക്ക് PTA പറഞ്ഞ് സെറ്റാക്കാം. ശരി മാഷേ. ഓക്കെ, ശരി. ബോയ്സ് ഗെറ്റ് റെഡി. പിന്നെ നമ്മൾ അറ്റൻഡൻസിൻ്റെ കാര്യമൊന്നും വിഷയമാക്കണ്ട. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ശരിയാക്കാവുന്നേ ഉള്ളൂ. നിനക്ക് കഴിഞ്ഞു പോയ പോർഷൻസ് എടുത്തു തരാൻ ടീച്ചേഴ്സിനോട് പറയാം. സുന്ദര. എന്താ സാർ? ഇവനെ 6ാം ക്ലാസ് ബിയിൽ കൊണ്ടാക്കും. താങ്ക് യു സാർ. മോനെ, പോർഷൻസ് ഒക്കെ നല്ലപോലെ കവർ ചെയ്യാം. എഴുതാനുള്ള നോട്ട്സൊക്കെ കുട്ടികളോട് ചോദിച്ചിട്ട് എഴുതിയെടുക്കുക. ഓക്കെ? ശരി സാർ. ഞാൻ ടീച്ചേഴ്സിനോട് പറയാം. അവൻ എടുക്കനാ, അവൻ പഠിച്ചോളൂ. വാ പോവാ. എന്നാ ഞാൻ പോട്ടെ. ശരി. ആ പിന്നെ ഡോക്ടറെ, ഞങ്ങളെ വലിയൊരു ലൈബ്രറി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളെപ്പോലുള്ളവരുടെ സഹായം അത്യാവശ്യമുണ്ട്. അതിനെന്താ? കുട്ടിക്ക് നല്ല നല്ല പുസ്തകങ്ങൾ കിട്ടുമല്ലോ. നല്ല കാര്യല്ലേ? ഒരു മിനിറ്റ്. കുട്ടികളെന്താ അവിടെ? ക്ലാസ് ഇല്ലേ? എല്ലാവരും ക്ലാസ്സിൽ പോകും. ടീച്ചറെ, ജോസഫ് മാഷേ പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നുണ്ട്. മാഷ ആ ലാബിലാണ്. ടീച്ചർ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. സോറി ഡോക്ടർ. ടീച്ചർ പുതുതായി വന്ന ടീച്ചർ. ടീച്ചർ ഇവിടെ എവിടെയാ? ഇവിടെ അടുത്തന്നെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ആണോ? പഴയ HMന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായി? പോലീസ് ഇടയ്ക്ക് വരും, ചോദ്യങ്ങൾ ചോദിക്കും, പോവും. എന്നാ ഞാൻ പോയിക്കോട്ടെ. ക്ലിനിക്കിൽ ഒരു ഡോക്ടറേ ഉള്ളൂ. ഓ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. നല്ല പണിയൊന്നുമല്ല ടീച്ചറെ. ആ കുഴപ്പമില്ല.
ഈ ഫയല് PDF ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. അതെ, ആ ഇതിങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തോളൂ. രോഹിത് കഴിഞ്ഞില്ലേ ഇതുവരെ? ഇപ്പൊ വരാം സാറേ. ആ കാർത്തിക്, നിന്നെ കണ്ടിട്ട് കുറച്ചായല്ലോ. നിന്റെ ബൂട്ട് എവിടെ? ബൂട്ടില്ലാതെ കളിക്കാൻ പറ്റില്ല കേട്ടോ. നീ കളിക്കാൻ വരുന്നില്ലേ? ഇല്ല സാറേ, തലവേദനയാ. എടാ രോഹിത്തെ, ശരിക്കും തലവേദനയാ? സാർ, ഇതിപ്പോ അകത്തുനിന്ന് തുടങ്ങിയോ? ജാഗ്രത കുടിക്കുന്നതാണോ നിന്റെ പ്രശ്നം? നിനക്ക് കണ്ടവരോട് അഴിഞ്ഞാടുന്നൊരു പ്രശ്നമില്ലല്ലേ? ഏട്ടൻ എന്ത് തോന്നിയസാ പറയണേ? ഞാൻ ആദ്യം പഴഞ്ഞൂടിയെന്നാ പറയണത്. ഇതെന്താടി? ഇതാരാടി? നിന്റെ അഴിഞ്ഞാടുന്നല്ലാണ്ട് എന്താ പറയാ? ഏട്ടൻ എന്താ പറയണേ? തോന്നിയാതല്ലാണ്ട് എന്താടി ഇതൊക്കെ? ഇവിടെ ഒരു മോനും ഭർത്താവും ഉണ്ടെന്നുള്ള ഓർമ്മ ആണോ നിനക്ക്? ഇന്ന് സ്പെഷ്യൽ ക്ലാസ് തേങ്ങ. നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറല്ലേ അത്? അവൾക്ക് ഇവിടെ വേദനുണ്ടല്ലോ. നിന്റെ അഴിഞ്ഞാട്ട് അവസാനിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇനി നീ പുറത്തിറങ്ങുന്ന എനിക്ക് കാണണം കേട്ടോ. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല മോനെ, മമ്മിക്ക് ഒന്നും പറ്റിയില്ല. മക്കളെല്ലാം പറയാ
അച്ഛൻ അടിച്ചതല്ലേ? ടീച്ചർ സ്കൂളിലേക്കല്ലേ? ഞാനത് വഴിയാ പോകുന്നത്. ഞാൻ ഇറക്കിത്തരാം. ലച്ചു കേറടോ. എന്താണോ വിഷമിച്ചിരിക്കുന്നത്? സീനത്തിന് എക്സാം എഴുതാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. ഉമ്മയ്ക്ക് വയ്യാത്തോണ്ട് കുറെ ലീവായല്ലോ. അറ്റൻഡൻസ് ഷോർട്ടേജ്, പിന്നെ എക്സാം ഫീസും അടച്ചിട്ടില്ല. വിഷമിക്കാതടോ. ഇന്ന് കോളേജ് യൂണിയൻ മീറ്റിംഗ് ഉണ്ട്. ഫീസിന്റെ കാര്യം അതിലൊരു തീരുമാനമാക്കാം. പിന്നെ അറ്റൻഡൻസ് ഷോർട്ടേജിന്റെ കാര്യമല്ലേ, അത് നാളെ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കാം. അനിലിന്റെ ഫാദർ ഡോക്ടറല്ലേ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവനോട് പറഞ്ഞു ഒപ്പിക്കാം. ലച്ചു കേറടോ. നീ ആളാകെ മാറിയല്ലോടോ. നീ കരയുകയാണോ? എന്താണോ നിനക്ക് പറ്റിയത്? കോളേജിലെ തീപ്പൊരി പ്രാസംഗിക, എല്ലാ സമരത്തിലും മുന്നിൽ നിന്നും ഞങ്ങളെ നയിച്ചവൾ ആ നീയാണോ ഇത്? എപ്പോഴാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായതെന്ന് എനിക്കറിയില്ല. ലിജു പാവമായിരുന്നു. ബിസിനസ്സുകളൊക്കെ തളർന്നപ്പോൾ ലിജു മദ്യപാനം തുടങ്ങി. ആദ്യമൊക്കെ ഒരാശ്വാസത്തിനായിക്കോട്ടെ എന്ന് ഞാൻ കരുതി. പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. സ്കൂളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുന്നെന്ന് എനിക്കറിയില്ല. പിന്നെ അതും പറഞ്ഞ പ്രശ്നങ്ങൾ. നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കാതടോ. മരണം ഒന്നിനൊരു പരിഹാരമല്ല. നീ പോയാ നിന്റെ മകൻ ആരുണ്ട്? അത് നീ ചിന്തിക്കണ്ടേ? സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ലിജു അറിയുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അന്വേഷിക്കണം. പറ്റുമെങ്കിൽ ലിജുവിന്റെ മൊബൈൽ ഒന്ന് പരിശോധിക്കണം. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടോ? ലിജുവിന്റെ സംശയം കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നെല്ലാം മാറി നടക്കുകയായിരുന്നു. അതുകൊണ്ടാട്ടോ നിന്നെ സ്കൂളിൽ നിന്ന് വെച്ച് കണ്ടപ്പം ഞാൻ മിണ്ടാതെ പോയത്. തളരുന്ന മഞ്ഞു കണമേ നീ മലരിൻ സാന്ത്വനം കേൾപ്പതില്ലേ? വിധിയിലും ചതിയിലും ബന്ധിതമായൊരു ദാമ്പത്യമാണോ നിന്റെ ദുഃഖം? ശോകാർദ്രമാണോ?
ജന്മം. ലച്ചുമോളെ ആ തോർത്ത് നിർത്തേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമല്ലോ? കുഴപ്പമില്ല. അച്ഛൻ എന്താ ലേറ്റ് ആയേ? മീറ്റിംഗ് ഉണ്ടായിരുന്നു. അച്ഛൻ കിടക്കുന്നില്ല അച്ഛാ? മോൾ ഉറങ്ങിക്കോ. വാ ഞാൻ കുറച്ച് നേരം അച്ഛാ വാ. ആ ലച്ചു പറയൂ. കൂടെ നിന്ന് ചതിച്ചു അല്ലേ? നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. നീ ഒരു കാര്യം ചെയ്യൂ, ആ മൊബൈലിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് അയക്കൂ. പേടിക്കാതടോ, ഞാനില്ലേ കൂടെ. റിലാക്സ് ആയിട്ടിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ? ആ എന്താ ഡോക്ടറെ? ഹലോ മുജീബേ, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ഒന്ന് നേരിൽ കാണാൻ പറ്റുമോ? എന്താ കാര്യം? അത് നേരിട്ട് പറയാം. ഒരു 11 മണിക്കേ ആ കനാലിൻ്റെ അടുത്തോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി. എന്തുപറ്റി? വയറുവേദന. എവിടെ? ഇവിടെ ഉണ്ടോ? ആ. ഇവിടെ ഉണ്ടോ? ആ. പനി ഉണ്ടായിരുന്നോ? ആ. മൂത്രത്തിൽ മഞ്ഞങ്ങളുണ്ടായിരുന്നോ? ആ. ബ്ലഡ് ടെസ്റ്റ് ഒന്ന് എഴുതാം. ഇത് ലാബ് ചെയ്ത് വരൂ. ഓക്കെ? പേടിക്കാനൊന്നുമില്ല. ഓക്കെ? ഓക്കെ. ആ ലച്ചു, ടെൻഷൻ അടിക്കണ്ട, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ? ഡോക്ടർ ഞാൻ പോയിക്കോട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവാണ്. ആ ടീച്ചറെ വരൂ. എന്താ ലക്ഷ്മി വിളിച്ചേ? എനിക്ക് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട്. എന്ത് ഡൗട്ട്സ്? അത് ഞാൻ പറയാം. ടീച്ചർ ഇരിക്കേ. ലിജേട്ടാ, ലിജേട്ടാ.
ലിജേട്ടൻ അറിയില്ലേ ബിന്ദു ടീച്ചറെ? ഉം. ലിജേട്ടൻ എവിടെയും പോവാൻ നിൽക്കാണോ? ഒന്ന് പുറത്തു പോകണം. ലിജേട്ടൻ ഇരിക്കി ലിജേട്ടാ ഇരിക്കി. നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കട്ടോ, ഞാൻ കുടിക്കാൻ എടുക്കാം. കുടിക്ക് ടീച്ചറെ. ടീച്ചർ എന്തിനാ ലിജേട്ടന്റെ ഫോണിലേക്ക് എന്നെക്കുറിച്ച് വേണ്ടാത്ത മെസ്സേജൊക്കെ അയക്കുന്നത്? എന്താടി മെസ്സേജ് അയച്ചാല്? അതുകൊണ്ടല്ലേ നിന്റെ തനിനിറം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്റെ ചോദ്യം ടീച്ചറോടാണ്. എന്തിനാ ടീച്ചറെ അങ്ങനെയൊക്കെ ചെയ്തത്? എന്താടി നീ പോലീസ് വിളിക്കാ? നിനക്ക് കിട്ടിയൊന്നും പോരെ? അത് ശരിയാ സാറേ. ചിലരൊക്കെ തനിതറം മനസ്സിലാക്കാൻ പോലീസ് കളിച്ചാ പോരാ, പോലീസ് തന്നെ വരേണ്ടി വരും. ഇല്ലേ ഡോക്ടറെ? അതെ അതെ. എന്താ സാറേ പ്രശ്നം? നിങ്ങൾക്ക് എന്താ ഇവിടെ? എന്താ പ്രശ്നമെന്നോ? ഒരു ഗാർഹിക പീഡനത്തിൽ കേസെടുക്കാൻ സ്കോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ലിജു, നിന്റെ മാനസികവും ശാരീരികവുമായ പീഡനം കാരണം ആത്മഹത്യയുടെ വക്കിലായിരുന്നു ലക്ഷ്മി. അതിന്റെ കാരണം അന്വേഷിച്ചു പോയപ്പോൾ അതിന്റെ പിന്നിൽ ബിന്ദു ടീച്ചറാണെന്ന് മനസ്സിലായി. ലക്ഷ്മി ടീച്ചറുടെയും ജോസഫ് മാഷിന്റെയും ഫോട്ടോകൾ നിങ്ങൾക്ക് മോർഫ് ചെയ്ത് അയച്ച പോലെ ഇവൾ പല കുടുംബത്തിലേക്കും ഇത്തരത്തിൽ ഫോട്ടോകൾ അയച്ചിട്ടുണ്ട്. ഇവളുടെ പരദൂഷണം കാരണം ഒരുപാട് കുടുംബങ്ങൾ വഴിയാധാരമായിട്ടുണ്ട്. പല നല്ല സൗഹൃദങ്ങളെയും തെറ്റായ കണ്ണിലൂടെ കണ്ട് ഇവളുടെ മനസ്സുഖത്തിനു വേണ്ടി എല്ലാ കഥകളും മെനയുകയാണ് ഇവൾ. സ്വന്തം കൂട്ടുകാരിയായ ലക്ഷ്മി ടീച്ചർ പോലും വെറുതെ വിട്ടില്ല. ഒരുതരം മാനസിക രോഗമാണ് ഇവർക്ക്. ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് ഇവൾക്ക്. അതുകൊണ്ടാണല്ലോ ഒരാളുടെ മരണത്തിന് ഉത്തരവാദിയായത്. കഴിഞ്ഞ 1 വർഷമായി തെളിയാതെ കിടന്ന കേസാണ് ഇന്നിവിടെ തീരാൻ പോകുന്നത്. അതിലേക്ക് എത്തിച്ചതോ നിങ്ങളുടെ ഈ വിഷയമാണ്. പഴയ HMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ബിന്ദു ടീച്ചർ ഞങ്ങളുടെ ലിസ്റ്റിലേ ഇല്ലായിരുന്നു. പക്ഷേ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ടീച്ചറുടെ നമ്പർ ഞാൻ സൈബർ സെല്ലിൽ അയച്ചു. അതിൽ നിന്നും വളരെ നിർണായക തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ടീച്ചറെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ഇല്ല ലക്ഷ്മി, ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല. നിഷ, ടേക്ക് ഹെയർ. അടങ്ങി നിൽക്കടി. ഞാൻ വരില്ല. വേണ്ട, ഞാൻ വരില്ല. എന്നെ കൊണ്ടുപോകരുത്, ഞാൻ വരില്ല. ഗാർഹിക പീഡനത്തിന് വേണമെങ്കിൽ ഇന്ന് എനിക്ക് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ടീച്ചറുടെ റിക്വസ്റ്റ് പ്രകാരം ഇപ്രാവശ്യം ഒഴിവാക്കുന്നു. ഓക്കെ? അപ്പോൾ ഡോക്ടറെ ഓക്കെ, ബൈ. വിളിക്കാം. ലിജു, മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം കുടുംബം നശിപ്പിക്കരുത്. ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ആവട്ടെ. ഓക്കെ, കാണാം. ശരി.
സ്വർണ്ണമുടി കതിരൊളി വിതറി സൂര്യനുദിച്ചു വരുന്നൊരു നേരം സ്നേഹത്തിൻ പാൽനുര ചിതറി സൗഹാർദ്ദത്തിരകൾ രസിക്കും നമ്മുടെ തീരം സ്നേഹതീരം. സ്വർണ്ണമുടി കതിരൊളി വിതറി സൂര്യനുദിച്ചു വരുന്ന നേരം സ്നേഹത്തിൻ പാൽനുര ചിതറി സൗഹാർദ്ദത്തിരകൾ രസിക്കും നമ്മുടെ തീരം സ്നേഹതീരം. പല 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 തൊഴിലുകൾ ചെയ്യും പല സംസ്കാരങ്ങൾ വഹിക്കും നമ്മുടെ സ്വർഗം സ്നേഹതീരം സ്നേഹതീരം. സൗഹൃദം സകലരും മോഹിക്കും ആത്മസാക്ഷാത്കാരമാം സൗഹൃദം 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 സകല സഹജീവികൾ കാമോദമേകുന്ന ദൃഢ സൗഹൃദം. സ്വർണ്ണമുടി കതിരൊളി വിതറി സൂര്യനുദിച്ചു വരുന്ന നേരം സ്നേഹത്തിൻ പാൽനുര ചിതറി സൗഹാർദ്ദത്തിരകൾ രസിക്കും നമ്മുടെ തീരം സ്നേഹ